ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഒരു ചിക്കൻ കറിയുടെയും അതുപോലെ തന്നെ നല്ല അരികൊക്കെ മുരിഞ്ഞ് പഞ്ഞി പോലത്തെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ് കാണിക്കുന്നത്. വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായ FB പേജാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണേ. അപ്പോൾ ആദ്യം തന്നെ അപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് പച്ചരി ഒന്ന് കുതിർന്ന് വരാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു 4 ഗ്ലാസ് പച്ചരി ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് ഒരു 6 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ടേ. നമ്മൾ പച്ചരി അരയ്ക്കാൻ സമയമാകുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് കഴുകിയതിന് ശേഷം അതൊരു ഗ്രൈൻഡറിലോട്ടൊന്ന് മാറ്റാം. ഇതിലേക്ക് 2 കപ്പ് തൊട്ട് 3 കപ്പ് വരെ ആകാം വേവിച്ച ചോറാണ്, അതും കൂടെ ചേർത്തെടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ ഒരു അരി ഒന്ന് അരിഞ്ഞ് കിട്ടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. ഒരു തേങ്ങ ഫുള്ളായിട്ട് വേണ്ട, ഒരു മുറി, പിന്നെ ഒരു മുറിയുടെ കുറച്ചും കൂടെ മതിയാകും. അപ്പോൾ ഏകദേശം ഒരു 1.5 തൊട്ട് 2 കപ്പ് വരെയൊക്കെ ആകാം. അതിനകത്ത് മതി ഒരു തേങ്ങ ചിരകിയാണ്. നല്ല പച്ച തേങ്ങ എടുക്കണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചിരകിയ തേങ്ങയും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഉപ്പ്. പഞ്ചസാര വേണമെങ്കിൽ ഒഴിവാക്കാം, ഒരു നിർബന്ധമില്ല കേട്ടോ. പഞ്ചസാര ഇട്ടില്ലെങ്കിലും നല്ല പെർഫെക്റ്റ് അപ്പം തന്നെ കിട്ടും. പിന്നെ നമുക്ക് ആ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതും കൂടെ നമുക്ക് ഇനി ആ ഒരു പച്ചരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് അരഞ്ഞ് ഈ ഒരു പാകത്തുന്ന സമയത്ത് നമുക്കത് ഗ്രൈൻഡറിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് വയ്ക്കാം. ഞാൻ ഒരു ഓവർനൈറ്റാണ് കേട്ടോ ഇത് ഫെർമെൻ്റ് ആവാനായിട്ട് വയ്ക്കുന്നത്. ഏകദേശം ഒരു 10 തൊട്ട് 12 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സ്പെഷ്യലായിട്ടൊരു ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടൊരു സ്പെഷ്യൽ ചിക്കൻ കറിയും കൂടെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഒരു 4 സവാള ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്തെടുക്കാം. ആ ഒരു സവാള ഒന്ന് മൊരിഞ്ഞ് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ മാവിലേക്ക് ഞാൻ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മതിയാകും. ഇനി നമുക്ക് ക്ലീൻ ചേർത്തിട്ടുള്ള 1.5 കിലോളം ചിക്കൻ ഉണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ സവാള ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8-10 ആൽമണ്ടും അതുപോലെ തന്നെ ഒരു 8-10 കാഷ്യൂനട്ടും കൂടെ ഒന്ന് ചേർത്ത് അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടൊന്ന് മാറ്റുന്നുണ്ട്. ഇനി അതേ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചിക്കന് ആ ഒരു എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കിയിട്ടൊന്നും എടുക്കണ്ട, ഒന്ന് കുക്കാവണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഇങ്ങനെ വെളുത്തിരിക്കില്ല, നന്നായിട്ട് ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും ചിക്കനിലോട്ട്. അപ്പോൾ അത് അടച്ച് വെച്ച് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു ഉള്ളിയും ആ ഒരു കാഷ്യൂനട്ടും ആൽമണ്ടൊക്കെ തണുത്ത് വന്നതിന് ശേഷം നന്നായിട്ട് നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇടയ്ക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ചിക്കൻ ഇതുപോലെ ഒന്ന് അടി താഴ്ത്തിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം ഒന്ന് കുക്കായി വരണം കേട്ടോ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇത്രയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചതച്ചെടുത്താൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 3 ഫുള്ളായിട്ട് തന്നെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 പച്ചമുളക്, ഇത് 3 കൂടെ ഒന്ന് ചതച്ചെടുത്താൽ അതും, പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ ഒരു ഇഞ്ചി, പച്ചമുളക് അതിൻ്റെയൊക്കെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു സവാള ചേർക്കാനായിട്ട് പാടുള്ളൂ. അതും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും. ചൂടുവെള്ളമാണ് ഒഴിച്ചെടുക്കാനുള്ളത്, പച്ചവെള്ളം ഒഴിക്കല്ലേ. ചൂടുവെള്ളം ഒരു 2-3 കപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആ ഒരു കറിയുടെ ആ ഒരു കട്ടിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ടൊന്ന് റെഡിയായതിന് ശേഷം ഞാൻ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പമൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ നല്ല കാസ്റ്റേണിൻ്റെ ഒരു പാനിലാണ് കേട്ടോ അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണയൊക്കെ തടവിട്ട് മാവ് കോരി വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കുകയാണേ. ചിക്കൻ കറിയിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും രമ്പയിലൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരുന്നു. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. നല്ല ചൂടപ്പവും ചിക്കൻ കറിയും, സ്പെഷ്യൽ ചിക്കൻ കറിയും. പിന്നെ ആ ഒരു ബാക്കി വന്നിട്ടുള്ള ചിക്കൻ കറിയിലോട്ട് തന്നെ ഒരു തട്ടിക്കൂട്ടി ബിരിയാണി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് റവ വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഓൾറെഡി നമ്മളെ പേജിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, പേജിലുണ്ടായിരിക്കും.
അപ്പോൾ ഈ ഒരു വീഡിയോയും റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ഫോളോയൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.